നമുക്കിത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്ക ബിരിയാണി കാണാം. അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുന്ന ആ ഒരു ടൈമിൽ ചെറിയ പീസസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക കൂടി ആഡ് ചെയ്യുക. ചക്ക അധികം വിളവില്ലാത്ത ചക്ക നോക്കി വേണം എടുക്കാൻ. അതൊന്ന് ബ്രൗൺ കളർ ആയി വരുന്ന ആ ഒരു ടൈമിൽ അത് മാറ്റി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. ആ ഒരു സെയിം ഓയിലിൽ തന്നെ നമുക്ക് കടുകിടുക. അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാ സ്പൈസസും കൂടി ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് സവാള, ഉപ്പ് കൂടി ആഡ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് റോസ്റ്റായി പകുതി ഒന്ന് റോസ്റ്റ് ആവുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ആഡ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള സ്പൈസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ ഒരു ടൈമിൽ നമ്മൾക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള ചോറ് തയ്യാറാക്കാം. അതിനൊരു പാനിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക കൂടി ആഡ് ചെയ്തതിന് ശേഷം ആ അരി വേവാൻ്റെ അത്രയും വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം അരിയിട്ട് നന്നായി അടച്ച് വെച്ച് വേവിക്കുക. ആ ഒരു ടൈമിലേക്ക് നമ്മുടെ മസാലകളെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് തക്കാളി കൂടി ആഡ് ചെയ്ത് നന്നായി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. നന്നായി കുക്കായതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ചക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഗ്രേവിയുടെ അനുസരിച്ചിട്ടുള്ള വെള്ളം നല്ല ചൂട് വെള്ളം തന്നെ ഒഴിക്കുക. അപ്പോൾ നല്ല ചൂട് വെള്ളം കൂടി ഒഴിച്ച് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ടേസ്റ്റൊക്കെ നോക്കി ഉപ്പും പിന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഈ ഒരു മസാലയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ചോറും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഒരു മസാല ഉണ്ടല്ലോ, ഈ ഒരു മസാല ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിന് മുകളിലേക്ക് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കുന്നു. അതിന് മുകളിലേക്ക് നമ്മൾ മല്ലിയില, അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് പാലിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് ഓപ്ഷണലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ളി ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കിസ്മിസ്, അതുപോലെ തന്നെ കാഷ്യൂ എല്ലാം ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പൈനാപ്പിളും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ വേറെ ഒന്നും ഇതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.